മധ്യവർഗത്തിൽ നിന്നും കടന്നാക്രമണങ്ങൾ പലപ്പോഴും ഈ മനുഷ്യനെ ഞെട്ടിപ്പിക്കുകയും പലപ്പോഴും കോപാകുലനാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും ചെറുതായിരുന്നില്ല. പക്ഷേ ആ ചെറിയ മനുഷ്യൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. നിയമം സാധുക്കളെ ചതച്ചരയ്ക്കുമ്പോൾ സമ്പന്നർ നിയമത്തെ ഭരിക്കുന്നു എന്നുള്ളത് കാലാകാലങ്ങളായി ഈ ഭൂമിയിൽ നടമാടുന്ന ഒരു പ്രക്രിയയാണ്. മാഷേ ഇറങ്ങി വരിക. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? ഇന്ന് നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരിന്റെ അടുത്തുള്ള കുറുപ്പമ്പടിയിലാണ്. അതൊരു ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പരമോന്നത പുരസ്കാരം എന്ന് പറയുന്ന പത്മശ്രീ പുരസ്കാരം നേടിയ നമ്മുടെ MK കുഞ്ഞോൽ മാഷിനെ കാണുവാനും നിങ്ങളെ പരിചയപ്പെടുത്തുവാനുമാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ 350ഓളം സമുദായ സംഘടനകളും അതിന്റെ നേതാക്കന്മാർക്കും ആർക്കും ഇദ്ദേഹത്തെ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. ഇവരാരും തന്നെ പരിഗണിച്ചില്ലെങ്കിൽ പോലും മലയാളം TV ലൈവിന് മുന്നിലൂടെ ഈ കേരളത്തിലെ മുഴുവനായിട്ടുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നതിന് അങ്ങേയറ്റം അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥകൾക്കും അനീതികൾക്കും എതിരെ ശക്തമായി നീങ്ങിയ ഈ ചെറിയ മനുഷ്യൻ ഒന്നിനെയും പേടിക്കരുതെന്നും പേടിപ്പിക്കാൻ ഇറങ്ങി വരുന്നവരുടെ നേർക്ക് നോക്കി ഗർജിക്കാൻ പഠിക്കണം എന്നാണ് ഇദ്ദേഹത്തിന്റെ മതം. ജീവിതവും സമരവും വേർതിരിക്കാനാവാതെ ഈ 91-ാം വയസ്സിൽ അടിസ്ഥാന വർഗ പോരാട്ടങ്ങളുടെ അണയാത്ത ദീപശിഖയുമായി മുന്നോട്ടു പോവുകയാണ് ഇദ്ദേഹം. പത്മശ്രീ MK കുഞ്ഞോൽ സാറ് കേരള സ്റ്റേറ്റ് ഹരിജൻ സമാജത്തിൻ്റെ സ്ഥാപക നേതാവും പ്രസിഡന്റും ഇപ്പോൾ രക്ഷാധികാരിയുമാണ്. ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് പത്മശ്രീ അവാർഡ് സ്വീകരിക്കുന്ന 2020 ആണ് അദ്ദേഹം പത്മശ്രീ അവാർഡ് അദ്ദേഹത്തിന് അനുവദിച്ചത്. 21 നവംബർ മാസം 8-ാം തീയതി അദ്ദേഹം ആ അവാർഡ് പ്രസിഡന്റിൽ നിന്ന് വാങ്ങുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നേതാവ് എന്ന് നമുക്ക് തന്നെ പറയാം. അദ്ദേഹത്തിന് ഈ പത്മശ്രീ അവാർഡ് ലഭിച്ചതിൽ അത്യധികമായിട്ട് സന്തോഷിക്കുന്നു. ആശംസകളും ദീർഘായുസ്സും അർപ്പിക്കുകയാണ്. ചെറുപ്പം മുതൽ സാമൂഹ്യ രംഗത്ത് അന്നത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത് ദീർഘകാലം തുടരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആയിരിക്കണം കേന്ദ്ര ഗവൺമെൻറ് പത്മശ്രീ അവാർഡ് നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ പത്മശ്രീ അവാർഡ് ഉൾപ്പെടെയുള്ള 3 അവാർഡുകൾ രാഷ്ട്രപതി നേരിട്ട് കൊടുക്കണമെന്നാണ് സങ്കല്പം. മറ്റ് അവാർഡുകളൊക്കെ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിയോ ഒക്കെ കൊടുക്കും. പക്ഷെ പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയിട്ടുള്ള അവാർഡുകൾ രാഷ്ട്രപതി തന്നെ കൊടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിലെ ജോലിക്കാരിയായ ഒരു സ്ത്രീ, സെക്രട്ടറിയാന്ന് തോന്നുന്നു, പത്മ എന്നാണ് അവരുടെ പേര്, ഒരു 25-ാം തീയതി, ജനുവരി 25-ാം തീയതി രാവിലെ ഒരു 11 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് പത്മശ്രീ അവാർഡ് തീരുമാനിച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കണ്ടായ. ഈ പത്മശ്രീ അവാർഡ് എന്ന് വെച്ചാൽ എന്താന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് തരുന്നത് സ്വീകരിക്കുന്നത് സന്തോഷം. എനിക്കും ഭാര്യയ്ക്കുമാണ് പെർമിഷൻ 2 പേര് അവിടെ ഡൽഹിയിൽ എത്താനായിട്ട്.
അപ്പൊ നമ്മുടെ ടു ആൻഡ് ഫ്രോ യാത്ര അത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുക. അതുപോലെ നമ്മൾ അവിടെ താമസിക്കുന്ന ചെലവും കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അംബേദ്കറെ, മൂത്ത മകൻ അംബേദ്കറെ കൂടെ കൊണ്ടുപോയി. അപ്പം അതിന് എൻ്റെ എക്സ്പെൻസ് ഞാൻ വഹിച്ചു എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ പ്ലെയിൻ ഒക്കെ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ സർക്കാരിന് നിയമമനുസരിച്ച് ഡബിൾ റൂമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പേരുണ്ട്, ഞങ്ങൾ 3 പേർ പോയി 3 മതിയിരുന്നു, ഈ ഡബിൾ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നു താമസിച്ചു. അപ്പോൾ സ്റ്റേറ്റ് കാറ് ഇവിടെ മുതൽ നമ്മൾ വണ്ടി കയറിയ ഇറങ്ങുന്നിടത്തൊക്കെ സ്റ്റേറ്റ് കാർ വരും. ഗവൺമെൻറ് സമ്പ്രദായമാണല്ലോ. അങ്ങനെ ആ സ്റ്റേറ്റ് കാറിൽ ഞങ്ങൾ അവിടെ കൊണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ രാഷ്ട്രപതി ഭവനിലേക്ക് ആ കൃത്യസമയത്ത് സ്റ്റേറ്റ് കാർ വന്നു. ഞങ്ങൾ 3 പേരും കൂടെ പോയി. അപ്പോൾ ഞങ്ങൾ ഈ അവാർഡ് ലഭിക്കുന്ന ആളുകൾ ഞങ്ങളെ കൂടാതെ വേറെ ആളുകളുണ്ട്. അവരെല്ലാവരും ഒരു മുറി, ഒരു ഹാളിൽ രാഷ്ട്രപതി ഭവനുണ്ട്. പിന്നെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, നമ്മുടെ സാമ്പത്തിക ഫൈനാൻസ് മിനിസ്റ്റർ, പിന്നെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ്, ലോകസഭ സ്പീക്കർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ രാഷ്ട്രപതി ഇങ്ങനെ കയറി വന്നിട്ടാണ് അദ്ദേഹത്തെ സീറ്റിൽ ഇരുന്നില്ലാന്ന് തോന്നുന്നു, എന്തായാലും സീറ്റിൽ വന്നു. അപ്പം അതിനു മുമ്പേ ഒരു ട്രെയിനിങ് ഉണ്ട്. രാഷ്ട്രപതി വന്നാൽ എങ്ങനെയാണ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അവര് വേറൊരാൾ വന്ന് രാഷ്ട്രപതി വന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന വിധത്തിൽ ചോദ്യം ചോദിച്ച് എല്ലാവരുടെ പേര് ചോദിച്ചു, നാട് ചോദിച്ചു, എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് അയാൾ ഇറങ്ങി പോയതിന് ശേഷം രാഷ്ട്രപതി അവര് എന്താണ് കയറി വന്നു. അപ്പം എല്ലാവരും എഴുന്നേറ്റ് രാഷ്ട്രപതി വന്നിട്ട് പിന്നെ ഓരോരുത്തര് രാഷ്ട്രപതി പ്രസംഗമൊന്നും വന്ന് കണ്ടില്ല. ഓരോരുത്തരെ വിളിച്ച് ഈ അവാർഡ് കൊടുക്കില്ലായിരുന്നു. രാഷ്ട്രപതി ഓരോരുത്തരെ പേര് കൊടുത്ത് അതൊക്കെ കൊടുക്കും. എനിക്ക് എൻ്റെ പേര് കൊടുത്തത് ഞാൻ എഴുന്നേറ്റത് നമ്മളിരിക്കുന്ന എഴുന്നേറ്റ് നേരെ ലൈനിൽ വരണം. ലൈനിൽ വന്നിട്ട് രാഷ്ട്രപതിയെ തൊഴണം, എന്നിട്ട് രാഷ്ട്രപതി മുന്നിലേക്ക് ചെല്ലണം. അതാണ് ചിട്ട. ചെന്നു രാഷ്ട്രപതി ആ മുദ്ര എടുത്ത് കുത്തി തന്നു. ഇന്ന് അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ രാഷ്ട്രപതി നമ്മളെങ്ങനെ തിരിച്ചു നിർത്തി. എന്നുവെച്ചാൽ സർക്കാരിൻ്റെ ഫോട്ടോഗ്രാഫറിൽ ഇരിക്കുന്ന ഇങ്ങനെ വരച്ച. അപ്പം അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരിച്ചു നിർത്തി ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ വന്ന് ഇരുന്നു. ഈ പരിപാടി എല്ലാവർക്കും കഴിഞ്ഞിട്ട് എല്ലാവരെയും വേറൊരു ഹാളിൽ കൊണ്ടുപോയി നിർത്തി. അതിന് രാഷ്ട്രപതിക്ക് എല്ലാവരെയും ഒന്ന് തൊഴുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരെയും തൊഴാൻ വേണ്ടി നിർത്തി. ഇവരൊക്കെ ആ ലൈനിലെല്ലാം വന്നു. രാഷ്ട്രപതിയും മറ്റേ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്തെങ്കിലും ഒന്ന് ചോദിച്ച്, എല്ലാവരും സമയം കിട്ടിയെന്ന് വരെ എന്തെങ്കിലും ചോദിച്ച് അവർ തൊഴിൽ അങ്ങ് മടങ്ങിപ്പോയി. ഏതാണ്ട് 2.5 മണിക്കൂർ രാത്രി പോയി നിൽക്കാൻ പറ്റി. അംബേദ്കർ ഉണ്ടായി, പുള്ളിക്കാരത്തി ഉണ്ടായി, ഭാര്യ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി പോന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ മറ്റു കരസ്വീകരണമൊക്കെയാണ്. ആചാര്യ MK കുഞ്ഞോൽ സാറ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ മറ്റാരും ഇത്രയും സമാനമായ ഒരു മനുഷ്യനില്ല എന്നുള്ളത്. പട്ടികജാതി വിഭാഗത്തിലെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇത്രയും വലിയ ഒരു വ്യക്തിത്വം ഇല്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളത് വേറെ ആരും അങ്ങനെ ഇടപെട്ടതായിട്ടൊന്നും എൻ്റെ അറിവിലേക്കില്ല. ഉണ്ടെങ്കിൽ തന്നെയും അതും പൂർണ്ണമാക്കിയിട്ടില്ല, അതൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞോല് സാറിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. അദ്ദേഹം മഹാരാജാസിൽ BSc പഠിക്കുമ്പോൾ അന്ന് തന്നെ ഗവൺമെന്റിന്റെ കമ്മിറ്റിയിൽ പട്ടിക വിഭാഗക്കാർക്ക്
വീട് കൊടുക്കുന്ന കമ്മിറ്റി അഡ്വൈസറി ബോർഡ്. ആ ബോർഡിന്റെ ശുപാർശ അനുസരിച്ചാണ് വീട് കൊടുക്കുന്നത്. അതിൽ മെമ്പറാണ്. അപ്പൊ അന്ന് തന്നെ BA പഠിക്കുമ്പോൾ തന്നെ അതിൽ മെമ്പറായി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ മഹത്വം ചിന്താതീതം അതാണ്, അത്രയ്ക്ക് ഇതാണ്. അതിനുശേഷം തുടർന്ന് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അപ്പോഴും ഞാൻ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 59 കാലത്താണ് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഇടവരുന്നത്. അന്ന് ഹരിജൻ സേവകൻ എന്ന് പറയുന്ന ആളുണ്ട്. പൊതുവെ പട്ടികജാതിക്കാർക്ക് ക്ഷേമങ്ങൾ അന്വേഷിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ് അവർക്ക് വീട് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് അന്വേഷിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് ആ പ്രദേശത്തെല്ലാം കറങ്ങിയിട്ട് പട്ടികജാതിക്കാർക്ക് വീട് കൊടുക്കാൻ അർഹരായിട്ടുള്ളവർ ആരൊക്കെ ഉണ്ടെന്നുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് കുഞ്ഞോല് സാറാണ് ഇതിൻ്റെ മെയിൻ ആള്. അദ്ദേഹം ഇപ്പോൾ MBBS പഠിക്കുന്ന കോഴിക്കോടാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾക്കെല്ലാം നേരിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നമ്പർ തന്നു. അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ കോളേജിലേക്ക് ചേർന്നു മഹാരാജാസിൽ. ഞാൻ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ സാറിൻ്റെ ഒരു സുഹൃത്ത് അവിടെ കോളേജിലുണ്ട്, അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ എന്നോട് തിരിച്ചു പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവിടെ മുതലാണ് കുഞ്ഞോല് സാറിന് ഉള്ള പരിചയം വരുന്നത്. ദീർഘകാലത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗക്കാരെ അഭിമുഖീകരിക്കുന്ന പോലീസാണ്. എന്ത് കേസുണ്ടായാലും ശരി, നമ്മുടെ പോലീസ് എതിർകക്ഷിയോട് കൈക്കൂലി വാങ്ങും. ഇപ്പോഴും അങ്ങനെ തന്നെ എതിർകക്ഷിയോട് കൈക്കൂലി വാങ്ങിയിട്ട് പാവപ്പെട്ട പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ മാത്രമല്ല, തീരെ പാവപ്പെട്ട മറ്റ് ജാതിക്കാരുണ്ടല്ലോ, അവർ പ്രതിയായൊരു കേസ് അല്ലെങ്കിൽ അവരുടെ പരാതി ഒരു വലിയവനെതിരായില്ലെങ്കിൽ അവരോട് കൈക്കൂലി വാങ്ങിയിട്ട് ഇവനെ ഉപദ്രവിക്കുക പോലീസിൻ്റെ പതിയാണ്. മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് യൂണിയനിൽ ജനറൽ സെക്രട്ടറിയായി. ആ കോളേജിൻ്റെ ചരിത്രത്തിൽ SC ആയിട്ടുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി ആയത് ഞാനാണ്. അപ്പോൾ ആ നിലയിൽ പിന്നെ എൻ്റെ പെരുമാറ്റവും എല്ലാവരും എനിക്ക് അനുകൂലമായ, ഞാൻ സയൻസ് വിദ്യാർത്ഥി, പക്ഷേ ഇക്കണോമിക്സിൽ പ്രൊഫസർ ഒരു W കൃഷ്ണൻകുട്ടി മേനോൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തൊക്കെ ഓർക്കാൻ കാരണം എന്നെ വിളിച്ച് ചെല്ലാൻ പറഞ്ഞ് മുറിയിൽ ചെന്നിട്ട് ആ വർഷം എനിക്കൊരു അവാർഡുണ്ട്, ഫസ്റ്റ് പ്രൈസ്. എന്തിൻ്റെ ഉപന്യാസ മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ എന്താ വേണ്ടത്, ഞങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ പാവപ്പെട്ട ഒരു കുട്ടിയാണ്, അതുകൊണ്ട് പ്രൈസ് പൈസ ആയിട്ട് കൊടുക്കാം എന്ന അഭിപ്രായം. അതിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പകുതി പൈസ തന്നാൽ മതി, പകുതി ഒരു പുസ്തകം, എനിക്ക് പുസ്തകം തന്നാൽ മതി. അപ്പോൾ ശരി, വേഗം പൈസ എടുത്ത് എനിക്ക് തന്നു. ഇഷ്ടമുള്ള പുസ്തകം മേടിച്ചോളാൻ പറഞ്ഞു. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടല്ലോ എറണാകുളത്ത്, എൻ്റെ പേരിപ്പം നാട്ടിൽ പറഞ്ഞില്ല, പ്രഭാത ബുക്ക് ഹൗസ്. അവിടെ ചെന്ന് കാറൽ മാർക്സിൻ്റെ പ്രധാനപ്പെട്ടൊരു പുസ്തകം വാങ്ങി. അതുകൊണ്ട് കൃഷ്ണൻകുട്ടി മേനോൻ്റെ അടുത്ത് ചെന്ന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇക്കണോമിക്സ് പ്രൊഫസർ എന്ന നിലയിലുള്ള സന്തോഷം, അല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ലായിരുന്നു. അങ്ങനെ ആ പുസ്തകം വാങ്ങി ബാക്കി പൈസ തന്നു. അതും മെഡിക്കൽ ഒരു മഹാരാജാസ് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത്. ഒരു SC കുട്ടി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആവുക. യൂണിയൻ പലരെയും യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് ആര് വേണം അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. പക്ഷേ കോൺഗ്രസ് പ്രസിഡൻ്റ് ഒരാളുണ്ടായിരുന്നു അന്ന്, അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡൻ്റ്. അദ്ദേഹം ആ ആഴ്ചയിൽ എറണാകുളത്ത് വരുന്നുണ്ട്. എറണാകുളത്ത് വന്നാൽ KCM മേത്തരുടെ വീട്ടിലാണ് താമസിക്കുക. അന്നൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ എറണാകുളം ആ നോർത്ത് ഏരിയയിൽ ഏറ്റവും വലിയ വീട് അദ്ദേഹത്തിൻ്റെയാണ്. ഇന്നിപ്പോൾ മാറി. അപ്പോൾ അവിടെ താമസിക്കും. അപ്പോൾ ഞാൻ ചെന്നും സാറിനോട് എല്ലാവരും പറഞ്ഞ് സമ്മതിച്ച് അദ്ദേഹത്തെ വിളിക്കാൻ ക്ഷണിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്കുന്നു KCM മേത്തൻ്റെ വീട്ടിൽ ചെന്നിങ്ങനെ ഒരു കുട്ടി വിദ്യാർത്ഥി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നമ്മൾ ഉദ്ധരിക്കുമ്പോഴല്ല,
വലിയ ആളുകൾ ഒരു വിദ്യാർത്ഥി ചെന്നെന്ന് പറഞ്ഞ് എന്തോ സന്തോഷം എന്നറിയാം അവർക്ക്. എന്നുവെച്ചാൽ യുവാക്കൾ ചെല്ലുന്നത് വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ വന്ന് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഏറ്റു വളരെ. അങ്ങനെ കോളേജ് ഉദ്ഘാടനം അദ്ദേഹത്തെ കൊണ്ട് ചെയ്തു. അങ്ങനെ പിന്നെ പലരെ കൊണ്ടും പല വേറെ അസോസിയേഷൻ ഉണ്ട്. എല്ലാ ഭാഷയ്ക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ പലരെയും വിളിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നമ്മളെല്ലാവരും വിളിച്ചല്ലോ, ഈ ഗവൺമെൻറ്റിൽ ആരെങ്കിലും വിളിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ആരാണെന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഒരു മന്ത്രി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മന്ത്രി, അത് മുഖ്യമന്ത്രി തന്നെയാണോ എന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. വിളിച്ചു, അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. ഈ മറ്റദ്ദേഹം പ്രസംഗിച്ച സമയത്ത് 2-3 SFIക്കാർ വലിയ മൈതാനാണ്, കോളേജിൻ്റെ ഉള്ളിലെ കോമ്പൗണ്ട്, അങ്ങേയറ്റം ഒരു ശബ്ദം ഉണ്ടാക്കി. അപ്പം എനിക്ക് അവരെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്നെ അറിയും, സ്റ്റുഡൻറ് പ്രസിഡന്റിൻ്റെ ആളുകൾ എവിടെ നിൽക്കുന്നോ ഈ 2 പേര് അവരുടെ അടുത്ത് നിൽക്കുന്ന ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെ സ്റ്റുഡൻറ് ഈ ശബ്ദം ഉണ്ടാക്കിയത് ഇട്ടി കൊടുത്ത ശബ്ദം തേടി കേൾക്കായിരുന്നു. ഇട്ടിച്ച് ഓടിച്ചവനെ മറ്റേ റോഡിലേക്ക് ഓടിച്ചു. അങ്ങനെ ഓടിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം വന്ന് പ്രസംഗിച്ച് പോയപ്പോൾ നന്ദി പറയണ്ടേ, ഞാൻ പിറ്റേ ദിവസം നേരത്തെ വിളിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഈ കാര്യം എടുത്ത് ചോദിച്ചു, എന്താ കുട്ടികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി? സ്റ്റുഡൻറ് ഫെഡറേഷനാണ്, അവർ 5% പോലും ഈ കോളേജിലില്ല. എന്നാലും അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലൊക്കെ പോയത്. അപ്പോൾ സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കൈവശമുള്ള ഭൂമി പാവങ്ങൾക്ക് പട്ടയം കൊടുക്കില്ല. അതുപോലെ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്ത് കേസുണ്ടായാലും പോലീസുകാർ കൈക്കൂലി വാങ്ങി പാവങ്ങൾക്കെതിരായിട്ട് നിൽക്കും. നമ്മളുമായി ബന്ധപ്പെട്ട എന്ത് കേസുണ്ടെങ്കിലും അത് ഞാൻ നേരെ ആക്കിയിട്ടുണ്ട്. കാരണം ശ്മശാനമായിട്ട് വെച്ചാൽ ആ ശ്മശാനത്തിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നം, അത് നമ്മുടെ ആളുകളുടെ അല്പം അശ്രദ്ധയുണ്ട്. പഞ്ചായത്തുകാരുടെ അതിക്രമമുണ്ട്. പക്ഷെ സമയത്തൊന്നും നമ്മളെ അറിയിച്ചില്ല. ആ ശ്മശാനം പഞ്ചായത്തിൻ്റെ വകയാക്കാനാണ് ശ്രമം. അപ്പോൾ അതിൻ്റെ ദോഷം എന്താണെന്നറിയോ? ഹരിജൻ ശ്മശാനങ്ങൾ, ഹരിജൻ എന്നുള്ള പേരിപ്പം ഇല്ലാണ്ടാക്കില്ല. ഈ പുലയരുടെ, പറയരുടെ, വേട്ടുവൻ്റെ, ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേക ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ ഓരോ ഏരിയയിലുള്ള ശ്മശാനത്തിൽ ആ ഏരിയയിലെ ആളുകളുടെ മാത്രമാണ് പക്ഷേ പഞ്ചായത്തിന് വകയായി കഴിഞ്ഞാൽ പട്ടി ചത്താലും അവിടെ കൊണ്ട് കുടിച്ചിടും. ആ ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ വ്യാപകമായ സമരമായി. ഈ ശ്മശാനം, ഹരിജൻ ശ്മശാനം, അതിന് ഞങ്ങളെ സഹായിച്ചത് ഒരു സിനിമാ നടൻ്റെ പെങ്ങള് IAS ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. IAS അവര് ആ നാടുകാണി മല അറിയോ? നാടുകാണി മല കയറി ഇറങ്ങി, ഈ കോതമംഗലം നാടുകാണി കയറി ഇറങ്ങി പഴയ ശ്മശാനം മന്ത്രിയായിരുന്ന കുരുവിള മുൻകൈയെടുത്ത് 2 ശവ, ഒരു ശവം തടസ്സപ്പെടുത്തി, 2ാമത്തെ ശവം വേറെ സ്ഥലത്ത് കൊണ്ട് പിടിച്ചിട്ടു, 3ാമത്തെ ശവം കുഴിച്ചിടാൻ സമ്മതിച്ചില്ല. അങ്ങനെ 2 ശവം ശ്മശാനത്ത് പുറത്ത് കുഴിച്ചിട്ടു. പോലീസ് ആദ്യമൊക്കെ മുഷ്കെടുക്കും. ഞാൻ പറയും, ഞാനും ഉപ്പ് കൊടുക്കില്ല. മന്ത്രിയെ കണ്ടുകൊണ്ട് എന്നോട് കളിക്കായിരുന്നു പോലീസുകാരോട്. മന്ത്രിയൊക്കെ നാളെ പോകുള്ളൂ, നിങ്ങൾക്ക് പെൻഷൻ പറ്റുന്നതിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കണം. അങ്ങനെയായി ആ ശ്മശാനം കയ്യേറി ഒരു പോലീസുകാരൻ്റെ അപ്പൻ്റെ നിർദ്ദേശം കയ്യേറി വന്ന് അതൊക്കെ ഒഴിവാക്കി അയാൾ ആ പാവം പെട്ടുള്ള വസ്തു വിറ്റ് അന്നത്തെ മലബാറിന് പോയി കിടക്കും. ഏതായാലും ആ ശ്മശാനത്തിന് ഇപ്പം 3 വർഷം മതിൽ കെട്ടി പഞ്ചായത്ത് മതിൽ കെട്ടിവിടുന്ന നമ്മുടെ പ്രവർത്തകർ നമ്മളെ അറിയിച്ചില്ല. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാക്കാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു ഗേറ്റ്, വലിയ ഗേറ്റ് ഇതൊക്കെ വിളിച്ചു. എന്നിട്ട് പട്ടികജാതി ശ്മശാനം, ശ്മശാനത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേരും ചേർത്ത് പഞ്ചായത്തിൻ്റെ വകാന്ന് വരുത്താൻ. അങ്ങനെ വന്നാലത്തെ കുഴപ്പമെന്താ? ഈ അനാഥ പ്രളയത്തെ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ, പട്ടി വഴിക്ക് വരുത്താൽ ആരെങ്കിലും വേണമെങ്കിൽ കുഴിച്ചിടാം. ഈ ശ്മശാനം എന്ന് പറയുന്നത് എല്ലാവർക്കും പരിശുദ്ധമാണ്. ക്രിസ്ത്യാനി ആവട്ടെ, മുഹമ്മദിയായിട്ട്, നായർ, എല്ലാ ജാതിക്കാരും
ഇപ്പൊ നമ്മുടെ പെരുമ്പാവൂർ പട്ടന്മാർക്ക് ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനമൊക്കെ പരിശുദ്ധ കേന്ദ്രങ്ങളായിട്ടാണ് എല്ലാവരും കണക്കാക്കുക. അങ്ങനെയുള്ള പുലയര് ഹരിജൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ശ്മശാനമൊക്കെ പഞ്ചായത്ത് കയ്യേറിയിട്ട് പഞ്ചായത്തിന്റെ ശ്മശാനാക്കിയിട്ട് കൈ കിട്ടുന്നവരൊക്കെ ഒന്ന് അവിടെ മറവ് ചെയ്യുന്ന ഒരു വലിയ ദുരവസ്ഥ, പട്ടികജാതിക്കാർക്കെതിരായി ചെയ്യാവുന്ന വലിയൊരു ദ്രോഹമാണ് ഗവൺമെന്റുകൾ ചെയ്തത്. ഈ കാര്യത്തിൽ അന്ന് EMS ഫുട്ബോൾ അറിയാമോ? ഏലംകുളത്ത് മനക്കലിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ നമ്പൂതിരിപ്പാട് മുതൽ ഇന്നത്തെ പിണറായിക്കാരൻ സർക്കാർ വരെ ഇപ്പൊ അതാ ചെയ്യുന്നത്. അപ്പൊ പട്ടികജാതിക്കാരൊരു പൊതു സ്വത്ത് എന്ന് പറഞ്ഞ ഈ ശ്മശാനം മാത്രമാണ്. വേറെ പൊതുസ്വത്ത് ഇവിടെ ഞങ്ങൾക്ക്. ആ ശ്മശാനം പൊതുസ്വത്തായിരിക്കെ അത് മുഴുവൻ കൂടി സർക്കാർ അങ്ങ് ഏറ്റെടുത്താൽ ഞങ്ങൾ പൂജ്യമായി. ഞങ്ങൾക്ക് പട്ടയമില്ല, പട്ടയം തരില്ല. ഏതെങ്കിലും മുതലാളി വന്നാൽ ഇപ്പം ഇന്നൊരു കേസുകാരൻ ഓഫീസിൽ വന്ന് പോയി, ഞാൻ ഇന്ന് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്താലും പിന്നെ പട്ടികജാതിക്കാരുടെ നേതാക്കന്മാർ കുറേ ഉണ്ട്. ഞാൻ അവരെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയില്ല. അവർക്ക് ഈ ആളുകളുടെ പക്ഷത്ത് നിൽക്കാനൊന്നും നേരമില്ല. ആ കുന്നുകരയിൽ ശ്മശാനം സമരം ചെയ്ത് മേടിച്ചതാണ്. സമരം ചെയ്ത് വാങ്ങിച്ച ശ്മശാനം പഞ്ചായത്ത് കുറെ കഴിഞ്ഞപ്പോൾ, അന്ന് ഹരിജൻ സമാജമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കേരള സ്റ്റേറ്റ് ഹരിജൻ സമാജത്തിന്റെ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നേടിയെടുത്ത ശ്മശാനം 4 വർഷം മതിൽ കെട്ടി. മതിൽ കെട്ടിക്കഴിഞ്ഞപ്പോഴേ അതിനകത്ത് ആരെയും കുടിച്ചിടാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നപ്പോഴേ പിള്ളേര് മോശക്കാരല്ല, സമാജത്തിലെ പിള്ളേരൊന്നും മോശക്കാരല്ല. അവരൊരാൾ മരിച്ചപ്പോ എന്നെ പോലും അറിയിച്ചില്ല. ഞാൻ വൈകി അറിയിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ശവം കൊണ്ടുവന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഈ പഞ്ചായത്തിന്റെ മെയിൻ ഗേറ്റ് കൂടാതെ സൈഡിന് വഴിയുണ്ട്, അതിൽ കൂടെ ശവം കൊണ്ടുവന്ന് പഞ്ചായത്തിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു. മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് കത്തിച്ചടങ്ങി. സാധനങ്ങളെടുത്ത് ആ ശവം എടുത്ത് കത്തിച്ചു. അതൊക്കെ സ്മാരകം പണിയേണ്ടതാണ്. എന്നിട്ട് കത്തിച്ച് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും കത്തി തീരാതായി. ഞാൻ അകത്ത് ചെന്ന് നോക്കി. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും പോലീസ് വന്നു. പോലീസ് ഞാൻ പറഞ്ഞ ഒക്കെ കത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഈ പോലീസുകാർ പിന്നെ എന്ത് ചെയ്യുന്നറിയോ, ഈ ആളുകളെ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പായപ്പെടുത്തുകയൊക്കെ ചെയ്തു. കേസ് എടുക്കാൻ അന്നേരം സമ്മതിച്ചില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവര് പഞ്ചായത്തിന്റെ മുറ്റത്തിട്ട് ശവം കത്തിച്ചെന്ന് പറഞ്ഞ് കേസെടുത്തു. ആ കേസെടുത്തപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നന്നായല്ലോ, നിങ്ങളുടെ പഞ്ചായത്തിന്റെ മുറ്റത്ത് ഞങ്ങൾ ശവം കത്തിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്തിന് കൊള്ളാം. ചാരൻ തീറ്റി എന്ന് പറഞ്ഞ് വരുന്നത്. പിന്നെ അവനെ ഈ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞതല്ലേ, കൃഷ്ണൻകുട്ടി അവനെയാണ് മരം തിരിച്ചത്. അതൊക്കെ കേസുണ്ടായതാ. എന്നിട്ട് ഈ 4 SI 3 പോലീസുകാരുണ്ടല്ലോ, 3 തന്നെ മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചു. അവരെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതുകൊണ്ട് എൻ്റെ ഭാഗ്യം നോക്കണം. ഞാൻ ആ കോടതിയുടെ വരാണ്ടിൽ കൂടെ കയറി നടന്നു വരുമ്പോൾ ഇതിനോട് നിൽക്കുക ഈ കൃഷ്ണൻകുട്ടി. എന്തിനാ പറയുന്നത്, ഇന്ന് കേസിന്റെ വിധിയാണോ? അപ്പൊ അതിന് സർക്കിൾ ഇൻസ്പെക്ടറാണ് അന്ന് അയാള്. ആ സർക്കിൾ ഇൻസ്പെക്ടറെയും 3 പോലീസുകാരെയും മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചു. കുണ്ടമ്പുഴ പഞ്ചായത്തിന്റെ ഒരു വനമേഖലയാണ്. ആ വനമേഖലയിൽ കുറച്ച് ഭൂമി വെറുതെ എടുക്കുക. അങ്ങനെ മരം വെട്ടി മാറ്റി, അത് മരം വെട്ടി മാറ്റി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഫോറസ്റ്റുകാർ എന്ത് ഭൂമി വെറുതെ ഇട്ടേക്കും. വെറുതെ ഇട്ട് എന്നാന്നറിയോ, മുതലാളിമാരോട് കൈക്കൂലി വാങ്ങിച്ചിട്ട് അവർക്ക് കയ്യേറാണ്. ഞാൻ ആളുകൾ സംഘടിപ്പിച്ചിട്ട് അവിടെയുള്ള ആളുകൾ ഞങ്ങളുടെ കറ കഴിയിട്ടു. എല്ലാത്തിനും കയറ്റിയാണ് മുഴുവൻ. പോലീസ് വന്നു, DFO വന്നു, DFO എല്ലാവരും വന്നു. പോലീസ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോലീസുകാർക്ക് ഇതിനകത്ത് കയറണ്ട. അതൊക്കെ ഞാനില്ല, ഞാനൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നതല്ലേ. പോലീസുകാർ ഇങ്ങോട്ട് കയറണ്ട, ഇവിടെ ഫോറസ്റ്റുകാർ വന്നു. DFO വന്നു. DFO വന്നിട്ട് ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ആ കുടിലിന് തീ വെച്ചു. ഫോറസ്റ്റുകാർ അങ്ങനെയാണ്, തീ വെച്ചിട്ട് തീ കത്തിപ്പോയി പുള്ളി ഇങ്ങനെ കൈ പിടിച്ച് നിന്നുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം DFO. അത് കഴിഞ്ഞ് പോയി ഞാൻ 2 ദിവസം കഴിഞ്ഞ് ആഫീസിലുണ്ട്. സാധാ കുടിലിൽ നിന്നാ തീ പുള്ളി എന്നോട് പറയാത്ത മാപ്പില്ല. ഞാൻ എൻ്റെ ജോലി നോക്കണ്ടേ, അത് എടുക്കാൻ പറ്റും. നിയമമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇനി ഉപദ്രവിക്കാൻ വരരുത്.
പുള്ളിയിൽ കരുതി പോക്കോട്ടെ. പിന്നെ അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല. ആ ഭൂമി മുഴുവൻ കയ്യേറി നമ്മുടെ ആളുകളുടെ കയ്യിൽ. പക്ഷെ നിങ്ങൾക്ക് പോലും ഇത് അറിയണോ, പലരും ഭൂമി വിറ്റ് കണ്ടുപിടിച്ചു. ചില ആളുകൾ അവിടെയുണ്ട്, ചില അവിടെയുണ്ട്. അതാണ് ആ ഭൂമി കയ്യേറ്റം. പിന്നെ മുള്ളരിങ്ങാട് 17 ഏക്കർ ഇതുപോലെ കിടന്നു. ഒരു ഞാൻ നടന്ന പഠിക്ക് വരുമ്പോഴേ 17 ഏക്കർ സ്ഥലമാണ് അത് വെറുതെ ഇട്ടിരിക്കുക. അതെ, മുള്ളരിങ്ങാട്. ഒരാൾക്ക് 1 ഏക്കർ വെച്ച് കൊടുക്കാൻ ഒരു കുടുംബത്തിന് ഇല്ല. അപ്പൊ എൻ്റെ കൂടെ ഒരുത്തനുണ്ട്, അവൻ അതൊക്കെ പറഞ്ഞു തന്നു ഈ വഴിയൊക്കെ. അത് മരിച്ചു പോയിട്ടവൻ, അവൻ മരിച്ചുപോയിൻ്റെ വഴി തൊട്ട ജീവിതമായിരുന്നു. പോട്ടെ, എന്തായിരുന്നാലും ഉടനെ ഡിപ്പാർട്ട്മെന്റിൽ ബിരുദം ചെയ്യേണ്ടത്. SC ഡിപ്പാർട്ട്മെന്റ് കഥയൊക്കെ ഒരു ബിരുദം ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചു. ഉടനെ 1.5 മാസത്തിനുള്ളിൽ 17 പേർക്ക് ആ ഭൂമി കൊടുത്തു. അതുപോലെ അവിടെ കോട്ടപ്പാറ ഒരു 5-6 വീട്ടുകാരുണ്ട്, അവര് കയ്യേറിയപ്പോൾ ഫോറസ്റ്റുകാർ വന്നു, ഞങ്ങൾ പേടിപ്പിച്ച് ഓടിച്ചു. അവരിപ്പോഴും അവിടെ താമസിക്കുന്നു. കോട്ടപ്പാറ ഇപ്പോഴും അവർ താമസിക്കും. അപ്പൊ അതിൽ ഒരാളിപ്പോൾ സുഖേട് അധികമായിട്ട് തൊഴിലൂടെ ആശുപത്രിയിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഇന്നലെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ എവിടെയൊക്കെ ഭൂമി. പിന്നെ മണിയന്ത്രണം, ആ മണിയന്ത്രണം ഭൂമി 10-17 ഏക്കർ കയ്യേറി പോയി. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ആ മണിയന്ത്രം ഒരു കുന്നാണ്. കുന്നിന്റെ മോള്, അത് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്കീമാണ്. ഇന്ത്യ ഗവൺമെന്റ് ഭൂമി അത് ഏറ്റെടുത്തിട്ട് 1 ഏക്കർ വെച്ച് 2 ഏക്കർ വെച്ച് 2 എൻ്റെ ഓർമ്മ കൊടുത്തിരിക്കുക. രാവിലെ കുന്നിന്റെ മോളിലുള്ള സ്ഥലം കൈയിട്ട് BJ ജോസഫ് അവിടെ കൊണ്ട് കുരിശ് വെച്ചു. ആ കുരിശ് നീക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും നടന്നില്ല. ആ കുരിശ് അതിൻ്റെ മുകളിലിരിക്കുക. അവൾ ഭൂമി ബാക്കിയുള്ള മണിയന്ത്രാണ്ട് കയ്യേറിക്കാരെയൊക്കെ ഒഴിപ്പിച്ച് എല്ലാവർക്കും ഭൂമി പട്ടയം കിട്ടി. CMS എന്ന് പറഞ്ഞൊരു ക്രൈസ്തവ സഭയുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഹെഡ് ഇംഗ്ലണ്ടിലാണ്. ആംഗ്ലിക്കൻ ചർച്ച് എന്നാണ് പേര്. ഒരു വലിയ ബിഷപ്പാണ്. ഈ ലോകം മുഴുവനുള്ള CMSന്റെ ഹെഡ് അദ്ദേഹമാണ്. അപ്പൊ ആ CMS SC ആണല്ലോ. ഒരു പുതിയ സമുദായത്തിൽ പെട്ട് കൺവേർട്ട് ചെയ്ത ഒരാളെ ബിഷപ്പാക്കി ഇവിടെ CMSന്റെ. അങ്ങനെ ബിഷപ്പായി കഴിയുമ്പോൾ ഞങ്ങള് അദ്ദേഹത്തിന് സ്വീകരണം വെച്ചു. തുടങ്ങിയില്ലേ ക്രിസ്ത്യാനികളെ, അതായത് കൺവേർട്ടഡ് ക്രിസ്ത്യാനികളായ കത്തോലിക്കലെ മുഴുവൻ CMSൽ ചേർക്കാനാണ്. ഞങ്ങൾക്കൊരു ഇതായിട്ട് ബന്ധമില്ല. ആ ബിഷപ്പിനോടുള്ള സ്നേഹം അത്രയേ ഉള്ളൂ. ഒരു ബഹളയിൽ യോഗം കിടക്കാൻ വന്നേന് കുറെ ആൾ യോഗം കിടക്കാൻ വന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നതോ, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് യോഗം സ്റ്റേജിന്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നാടകം അതൊക്കെ കളിക്കാം. അവിടെ കൊണ്ടുവന്ന് കുറെ കല്ല് ഇതിന് ഒരു ഇതില് മുക്കാറിന് നേരിടുന്ന കുറെ വടികളും അതൊരു വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ടി വന്നു. പിന്നെ ഈ കൈവിരലിൽ നമ്മൾ കൈക്ക് ഒതുങ്ങുന്ന കല്ല് 10-100 കല്ലും കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവർക്കറിയില്ല. ബഹളം വന്നാൽ കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് എന്നെ വിളിച്ച് താഴത്തിറക്കി. ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുകയാണല്ലോ. ബഹളം കൂടി 2-3 കല്ല് കിടന്നപ്പോഴത്തേക്കും ആളുകൾ നിരന്നു സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുക, എൻ്റെ മേത്ത് കല്ല് കൊള്ളാതിരിക്കാൻ. അപ്പോൾ ഒരുത്തൻ യോഗത്തിന് വന്നിട്ട് എന്നെ താഴത്തേക്ക് വരെ ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ ചേട്ടനും ഞാനും ഇവിടെ ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ പറ്റില്ല, ഇപ്പം യോഗം കഴിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോലീസ് വന്ന് കണ്ടേറൊക്കെ 2-3 കണ്ടേറും നിർത്തി. പോലീസ് വന്നപ്പോൾ ഞാൻ പോയി. ആ യോഗത്തിനാണ് ഈ ബന്ധിക പഠിച്ചതൊക്കെ എന്നെ അവൻ്റെ ഓർമ്മ. അപ്പോൾ ബന്ധിക പഠിക്കൽ കൈ കഴിയുന്ന എല്ലാവരും ബന്ധിക കൊണ്ട് കഴിയല്ലേ. പക്ഷെ പിന്നീട് നമ്മുടെ ഹിന്ദു സംഘടനക്കാരെ ആരും ഞങ്ങളെ ഒരിക്കലും സഹായിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് അറിയപ്പെടുന്ന ഹൈന്ദവ സംഘടനകൾ ആരുടെയും സഹായമില്ലാതെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇന്നുമില്ല. ഇന്നും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇവരാരും തിരിഞ്ഞു നോക്കാറില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് സംഘവുമായിട്ട് ബന്ധമുണ്ട്. സംഘത്തിൻ്റെ സത്സംഗചാലകമായിട്ട് 3 പ്രാവശ്യം നേരിൽ കണ്ട് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു ആദ്യം.
അതായത് സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഹിന്ദു ഐക്യവേദി സ്ഥാപിച്ചത്. ആ യോഗത്തിൽ ഞാനുണ്ട്. സ്വാമിയും ഞാനും ഒരുമിച്ച് ഒരുപാട് യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് യോഗത്തിൽ. ആ സ്വാമി അതിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ രക്ഷാധികാരിയാണ് ഹിന്ദു ഐക്യവേദിയുടെ. അപ്പൊ ഹിന്ദു ഐക്യവേദിയായിട്ട് ബന്ധം, സംഘമായിട്ട് ബന്ധം, സംഘ നേതാക്കന്മാരൊക്കെ ബന്ധമുണ്ട്. എന്നിരുന്നിട്ടും ഹരിജൻ സമാജക്കാർ നടത്തുന്ന ഒരു സമരത്തിനും ഇവരുടെ സഹായമോ പിന്നീട് ഉണ്ടായിട്ടില്ല. കേരള സ്റ്റേറ്റ് ഹരിജൻ സമാജം, ഞാൻ ഉൾപ്പെടെ 5 വയസ്സന്മാരുണ്ട്. ഞാനന്ന് കൊച്ച് പഠിക്കുന്നത്. വേറെ 5 വയസ്സന്മാരുടെ കൂടി ആണ് സമാജം ഉണ്ടാക്കിയത്. അത് പിന്നെ വളർന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി, താലൂക്ക് കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, അത് അൻമുറി സ്വതന്ത്ര ഹരിജൻ സമാജം ആദ്യം ഉണ്ടാക്കിയപ്പോൾ അൻമുറി സ്വതന്ത്ര ഹരിജൻ സമാജം. അതെന്താ കാരണം വെച്ചാൽ അൻമുറിക്കാർ മാത്രമേ ഏതാനും പേരേ ഉണ്ടായുള്ളൂ, അതുകൊണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ പേര് മാറ്റി കുന്നത്തുനാട് താലൂക്ക് ഹരിജൻ സമാജം എന്നാക്കി, എറണാകുളം ജില്ല എന്നാക്കി. പിന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ കൺവെൻഷൻ, അതാണ് ആ തീയതി എനിക്ക് കടാർന്ന് നോക്കാൻ പറയാൻ പറ്റില്ല. കൺവെൻഷനിലാണ് അത് ഹിന്ദു മിഷൻ എന്ന് പറഞ്ഞൊരു സംഘടന കേട്ടിട്ടുണ്ടോ? ആ ഹിന്ദു മിഷൻ SRCP ഉണ്ടാക്കിയതാണ്. കൺവേർഷനെ എതിർക്കാൻ SRCP ദിവാനായിരുന്ന കാലത്ത് ഉണ്ടാക്കിയതാണ് കേരള ഹിന്ദു മിഷൻ. ആ ഹിന്ദു മിഷൻ ഹാളിൽ നേതൃസമ്മേളനം, പിറ്റേ ദിവസം BJT ഹാൾ, ഇപ്പൊ BJT ഹാളില്ല, BJT ഹാളിൽ വലിയ മീറ്റിംഗ്. അവിടെ വെച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് ഹരിജൻ സമാജം എന്ന പേര് ഉണ്ടാക്കിയത്. അപ്പോൾ മലബാറിൽ പണ്ടുണ്ടാക്കിയ ഹരിജൻ സമാജക്കാർ ഇതിനകത്ത് വന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആണ് അതിന് ആ വർക്ക് തുടങ്ങിയത്. സ്റ്റേറ്റ് അവർ പിന്നെ ഇടയ്ക്ക് ഓരോരുത്തരും ഇട്ടേക്ക് രാഷ്ട്രീയം വരുമ്പോൾ ഇവർക്ക് ഇട്ടേക്ക് റെക്കോർഡിങ് പോകും. ഞങ്ങൾ എന്ത് രാഷ്ട്രീയം എവിടെ ചെയ്യും, സമാജമാണ്. അതാണ് എല്ലാവർക്കും പേടി, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പേടി ചെയ്തുകൊണ്ട് തന്നെയാണ്. സമാജമായിട്ട് നിൽക്കുള്ളൂ. രാഷ്ട്രീയത്തിൽ സമാജത്തിൻ്റെ ആളുകൾ ഇഷ്ടം പോലെ പാർട്ടിക്ക് പോവാം, നിരോധനമേ ഇല്ല. സമാജത്തിലെ അംഗങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷിയിൽ പോകണം. പക്ഷെ ഒരു കണ്ടീഷൻ ഞങ്ങൾക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, സമാജം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ കൂടെ നിൽക്കണം. നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ ആ കാര്യത്തിൽ പോകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്, ഈ കൺവേർട്ടഡ് ക്രിസ്ത്യാനികൾ മെമ്പർഷിപ്പുണ്ട് ഞങ്ങളുടെ സംഘടനയിൽ. അവരുടെ വിവാഹം, മക്കളുടെ വിവാഹം നടക്കുമ്പോൾ സമാജത്തിൻ്റെ പത്രികയിൽ വിവാഹം രേഖപ്പെടുത്തണം. നിങ്ങൾ പള്ളിയിൽ വെച്ച് പത്രികയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യണം അവര്. പക്ഷെ അവർ പള്ളിയിൽ പോവോ, പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കുമോ, ഒന്നും ചെയ്യുന്ന വിരോധമില്ല. അങ്ങനെ സമ്മതിക്കുന്ന ആളുകൾ ഇപ്പോഴും സമാജത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്, നിലവിൽ ഉണ്ട്, എണ്ണം കുറവാണെങ്കിലും. നാടുകാണി അതിന് മതം ചരിത്രം തെറ്റി ഞങ്ങൾ ഇപ്പോ നാടുകാണിയിൽ ഹരിജൻ സമാജത്തിന് വകയായിട്ട് ഒരു 3-4 സെന്റ് സ്ഥലവും അതിനകത്തൊരു ഓഫീസും ഉണ്ട്. ആ ഓഫീസിന് നമ്പറിട്ട് തരില്ല ഇവർ പഞ്ചായത്തുകാർ, ഇപ്പോഴില്ല. അപ്പൊ ഇപ്പൊ തൽക്കാലം രാഷ്ട്രീയത്തിന്റെ പേരിൽ 6 മാസക്കാലമായിട്ട് ഒരു പുലയൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുക, അവൻ പോലും നമ്പറിട്ട് വരില്ല. അതുപോലെ കോതമംഗലം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു സത്യാഗ്രഹം ആരംഭിച്ചു. 82 ദിവസം ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ സത്യാഗ്രഹം നടത്തി. ആ പോലീസ് സ്റ്റേഷൻ പടി ഇപ്പോഴുണ്ട്. ആ പടിയിൽ നിരന്നിരുന്നാണ് സത്യാഗ്രഹം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് 82ാമത്തെ ദിവസം. അപ്പോൾ അന്ന് കേൾക്കണോ, DGP എന്ന് പറയുന്നത് രസിയ DGP, അയാള് ആയിട്ട് പോലും അയാൾ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അയാൾ ഒരു ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്നു. ഈ സമരം ഇരിക്കുന്ന എന്തിനാന്ന് പോലും അയാൾ അന്വേഷിച്ചില്ല, ഒന്നും അയാൾ ചെയ്തില്ല. പക്ഷേ ഭാഗ്യത്തിന് അന്നത്തെ ഗവർണർ പൂർണ്ണമായിട്ട് നമുക്ക് അനുകൂലമായിരുന്നു. ഈ അമ്പലം മോളില് FACT സ്ഥാപിക്കുന്ന ആ കാലം പട്ടിക വിഭാഗക്കാരായിരുന്ന ആളുകളായിരുന്നു അവിടെ. കാടുമലയൊക്കെ പിടിച്ചു കിടന്ന സ്ഥലം, അവിടെയൊക്കെ നമ്മുടെ പട്ടികജാതിക്കാരാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് നമുക്കറിയാം. ഈ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് കമ്പനി സ്ഥാപിക്കുന്നതാണ് സംഭവം. അതില് അവരെ അങ്ങനെ കുടിയൊഴിപ്പിക്കുന്നവരെ അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹമാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് അന്ന് അവിടെ സമരം ആരംഭിക്കുക.
ഞാൻ ആ സമരം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്.